ഹായ്, ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ഈ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടെത്താം എന്നാണ്. അപ്പം അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ് വരെ കുറച്ച് തിയറിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡെറിവേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്ലസ് വണ്ണിൽ പഠിച്ച ഒത്തിരി സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട് ഡെറിവേറ്റീവ്സ് കാണാനുള്ളത്. അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒപ്പം ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്, പ്രോഡക്റ്റ് റൂൾ, ക്വഷ്യൻ്റ് റൂൾ തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് സിമ്പിൾ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഈസി ആയിട്ട് പഠിക്കാം. എന്തായാലും കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, റീകോൾ ചെയ്യുകയാണ്. ആ ഫോർമുലാസ് ഒന്ന് അവതരിപ്പിക്കുന്നു. ഒപ്പം ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ? ദ മെത്തേഡ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് എന്താണ്? ഡിഫറൻസിയേഷൻ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡിനെയാണ്, ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ. ഓക്കെ, തുടങ്ങാം. സോ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ഡെറിവേറ്റീവ്സിൽ പഠിച്ച ചില സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, തുടങ്ങാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താണ്? എൻ ഇൻറ്റു പവർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 കഴിഞ്ഞ വർഷം പഠിച്ചു. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് പവർ 3 ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സിന്റെ പവർ ഒന്ന് കുറയ്ക്കണം, ശരിയല്ലേ? എക്സ് റൈസ് ടു 5 ആണെങ്കിൽ 5 ഇൻറ്റു എക്സ് റൈസ് ടു 4 എക്സെട്ര. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ഇപ്പോൾ തന്നെ ഫോർമുല പഠിക്കുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുലയിൽ എന്നിന് ഡിഫറൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്, അതും കാണാതെ പഠിക്കണം. താഴെ പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1 ബൈ 2 റൂട്ട് എക്സ്. സിംപ്ലിഫൈ ചെയ്തെടുക്കാം, അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചതൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്തതാണ്. ഓക്കെ, സോ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1 ബൈ 2 റൂട്ട് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് ദാറ്റ് ഈസ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സ് തന്നെ, യാതൊരു മാറ്റവുമില്ല. നെക്സ്റ്റ് വീണ്ടും കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൂവ് ചെയ്തതാണ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, ലോഗറിതമിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. നെക്സ്റ്റ് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഇത് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സ്, അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ്. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് റൈസ് ടു എക്സ് വന്നാൽ, എ റൈസ് ടു എക്സ് വന്നാൽ ഫോർമുല എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ, അതായത് 2 റൈസ് ടു എക്സ് വന്നാൽ ഡെറിവേറ്റീവ് എന്ത് വരും? 2 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. 3 റൈസ് ടു എക്സ് വന്നാൽ ഫോർമുല എന്തായിരിക്കും? 3 റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ്? ലോഗ് 3. അപ്പോൾ ഞാനിപ്പോൾ 7 ഫോർമുല പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 7 ഫോർമുല. കഴിഞ്ഞ വർഷം നിങ്ങൾ പരിചയപ്പെട്ടതും ഈ വർഷം പരിചയപ്പെട്ട ഒരു 3 ഫോർമുലയും. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. കഴിഞ്ഞ വർഷം ഇതിന്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പോൾ ഈ റിസൾട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസി സ്ക്വയർ എക്സ്, സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ്, കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട എക്സ്. നിങ്ങൾക്കറിയാവുന്ന റിസൾട്ട് തന്നെയാണ്. ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണ്ടി സിയിൽ തുടങ്ങുന്ന ഫംഗ്ഷൻസ് കോസ്, കോട്ട്, കൊസീക്ക് വരുമ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസി സ്ക്വയർ എക്സ്, കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. നെക്സ്റ്റ് സം മോർ റിസൾട്ട്. ഫസ്റ്റ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഈക്വൽ ടു 0. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഒൺലി ഈസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് മാത്രം വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഡി ബൈ ഡി എക്സ് ഓഫ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡി ബൈ ഡി എക്സ് ഓഫ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. സെക്കൻഡ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, വേർ കെ ഈസ് എ കോൺസ്റ്റന്റ്. എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ ഡെറിവേറ്റീവ് നിന്ന് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാം. സോ കെ ഇൻറ്റു എന്തെന്ന് എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. എക്സാമ്പിൾ, ഡെറിവേറ്റീവ് ഓഫ് 5 എക്സ് ക്യൂബ് കാണാൻ പറഞ്ഞാൽ 5 പുറത്തെടുത്തതിന് ശേഷം ഡെറിവേറ്റീവ് ഓഫ് എന്ത് മാത്രം കണ്ടാൽ മതി? എക്സ് ക്യൂബ് മാത്രം കണ്ടാൽ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷന്റെ സമ്മോ ഡിഫറൻസോ വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സെന്ററിൽ പ്ലസോ മൈനസോ വന്നാൽ ആദ്യം എന്താണ്? ആദ്യത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്. ദെൻ പ്ലസ് എങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എങ്കിൽ മൈനസ് കൊടുക്കുക. ദെൻ ഡെറിവേറ്റീവ് സെക്കൻഡ്. അപ്പോൾ പ്ലസും മൈനസും വന്നാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്.
ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ. യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് പഠിക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ഒക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ക്വോഷ്യന്റ് റൂൾ. ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ എങ്ങനെ ഡെറിവേറ്റീവ് കാണും? വെരി സിമ്പിൾ. ഡിനോമിനേറ്റർ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് സെന്ററിൽ മൈനസ്, ദെൻ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരുപാട് എളുപ്പവഴിയുണ്ട്, ഇതൊന്നും കാണാൻ പഠിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ്? താഴെ ഇരിക്കുന്നത് അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് മേളിലിരിക്കുന്നത് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ, ദെൻ താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നതിന്റെ സ്ക്വയർ. ഇത്രയല്ലേ ഉള്ളൂ. ഈ ആശയം മനസ്സിലാക്കിയാൽ മതി, ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ഡിസ്കസ് ചെയ്ത ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഡിഫറൻസിയേഷൻ, സിമ്പിൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന ചില പ്രോബ്ലംസ് കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 7. എക്സ് റൈസ് ടു 7ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം. എക്സ് റൈസ് ടു എൻ എന്താണ് ഫോർമുല? എൻ ഇൻറ്റു 7 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, പവർ ഒന്ന് കുറയ്ക്കണം, ദാറ്റ് ഈസ് 6. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -2 എന്ത് വരും? പറ. എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു -2 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, -2 -1, -2 -1 എന്താണ്? -3. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് തേർഡ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5/2. നിങ്ങൾക്കറിയാം എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു 5/2 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, 5/2 - 1 ഈക്വൽ ടു 5/2 ഇൻറ്റു എക്സ് റൈസ് ടു എന്ത് കിട്ടും? 5/2 - 1, 5 - 2, 3/2 എന്ന് കിട്ടും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കാണാം. അപ്പോൾ ഇത് എക്സ് റൈസ് ടു എൻ എന്ന ആ ഡെറിവേറ്റീവിന്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് 5x³ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് 5x³ എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുക്കുക, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. ഇതല്ലേ പ്രോപ്പർട്ടി? ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 5 മാറ്റി വെച്ചു, ദെൻ ഡെറിവേറ്റീവ് ഓഫ് x³ ഓൾറെഡി പറഞ്ഞു എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, പവർ ഒന്ന് കുറയ്ക്കണം, x² ഈക്വൽ ടു എന്ത് കിട്ടും? 15x². സിമ്പിൾ അല്ലേ? ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് 5 sin x -2 cos x പ്ലസ് ഇ റൈസ് ടു എക്സ്. അപ്പോൾ എന്താണ് കാണേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. പ്ലസും മൈനസും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യത്തെ ടൈം 5 sin x മൈനസ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? 2 cos x പ്ലസ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? ഇ റൈസ് ടു എക്സ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്ലസും മൈനസും ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് സപ്ലൈ ചെയ്യാം. ഇനി 1/1 ആയിട്ട് ചെയ്യുക. ആദ്യം ഇവന്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു സൈൻ എക്സ്, കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് പുറത്തെടുത്തു. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. സിമ്പിൾ. നെക്സ്റ്റ് മൈനസ് ഇവിടെ 2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസും ഈ മൈനസും കൂടെ പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതാം. പ്ലസ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ്. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th one, ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഒന്ന് നോക്കി നോക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് അല്ലേ? ഇനി ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ, സോറി, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് നെക്സ്റ്റ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഇത് പ്ലസ് ആയതുകൊണ്ട് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തൂടെ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്. സിമ്പിൾ. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം അല്ലേ? ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് ഫോർമുലാസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് x² ഇൻറ്റു ലോഗ് എക്സ്. പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് വന്നാൽ എങ്ങനെ ചെയ്യും? നിങ്ങൾക്കറിയാം, അറിയണം. ഈക്വൽ ടു
എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല അല്ലേ, യാതൊരു ബുദ്ധിമുട്ടില്ല. ആദ്യം ഇരിക്കുന്ന അതുപോലെ ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം അതുപോലെ ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ടേം which is equal to x square into log x ന്റെ ഡെറിവേറ്റീവ് ഫോർമുല പഠിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് 1/x അറിയണം പ്ലസ് സെക്കൻഡ് അതുപോലെ log x അതുപോലെ d by dx of x square. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? x raised to n into 2 into x raised to 1 that is 2x. ഇനി ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ഈക്വൽ ടു x ക്യാൻസൽ ചെയ്താൽ ഇവിടെ x പ്ലസ് അതിനെ 2x into log x എന്ന് എഴുതുന്നു. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ വിച്ച് ഈസ് ദ ആൻസർ? വൺ മോർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. അതായത് ഈ വർഷം നമ്മൾ പഠിച്ചത് എക്സ്പോണൻഷ്യലും ലോഗരിതമിക്കും അല്ലേ, അതുകൂടെ കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ സൈൻ എക്സ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ശരിയല്ലേ? ആദ്യത്തെ ഡെറിവേറ്റീവ് എഴുതുക ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് പ്ലസ് ഇതതുപോലെ സൈൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് അഗെയിൻ ഇ റൈസ് ടു എക്സ്. വേണമെങ്കിൽ രണ്ടിൽ നിന്നും ഒരു ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ്. അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ്. എങ്ങനെ ചോദിച്ചാലും തുടങ്ങേണ്ടത് ഇങ്ങനെ തന്നെയാണ്. വി ഹാവ് ടു ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു എന്താണ് ഇവിടെ? ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്. വി ഹാവ് ടു അപ്ലൈ കോഷ്യന്റ് റൂൾ. എന്താണ് കോഷ്യന്റ് റൂൾ? ഡിനോമിനേറ്റർ അതുപോലെ താഴെ ഇരിക്കുന്ന അതുപോലെ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മേളിലിരിക്കുന്നത് മൈനസ് മുകളിലിരിക്കുന്നത് അതുപോലെ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്നവൻ്റെ സ്ക്വയർ. കഴിഞ്ഞില്ലേ? സിമ്പിൾ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഡിഫറൻസിയേഷൻ്റെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് ലോഗ് എക്സ് അതുപോലെ ഇത് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ സീക്വൽ ടു എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 1 മൈനസ് ലോഗ് എക്സ് ഇൻറ്റു 1 ലോഗ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഇത് വീണ്ടും പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ സെയിം ഡെറിവേറ്റീവ് കാണുന്ന പ്രോബ്ലം ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ്. ഇത് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലമാണ്. ഇ റൈസ് ടു എക്സ് എന്ന ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ്. ആ ആശയം അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. സോ അഗെയിൻ ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്, താഴെയും ഫംഗ്ഷൻ ഓഫ് എക്സ്. പ്രോഡക്റ്റ് റൂൾ ഞാൻ ഒറ്റ സ്റ്റെപ്പ് ചെയ്യണേ. ഡിനോമിനേറ്റർ അതുപോലെ സൈൻ എക്സ് അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് അതെന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് മൈനസ് മുകളിലിരിക്കുന്നത് അതുപോലെ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴെ ഇരിക്കുന്നത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. സൈൻ എക്സിന്റെ സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ എക്സ്. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തുകൂടെ? ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ബേസിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ഈ എപ്പിസോഡ് കാണുക. പാട്ടും പാടി പഠിക്കാം ഡിഫറൻസിയേഷൻ എന്നൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഓടി തിരിച്ചു വരിക. ദേ പോയി ദാ വന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലെ പോർഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് വളരെ തറവായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ളത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഈ വർഷത്തെ ഡിഫറൻസിയേഷൻ എന്ന ആ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ചില പ്രത്യേക ടൈപ്പായിട്ടാണ് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ഡിഫറൻസിയേഷൻ ഓഫ് ലോഗറിതമിക് ഫംഗ്ഷൻ, ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ. ഇങ്ങനെ ചില ടൈപ്പ് ബൈ ടൈപ്പായിട്ടാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എഴുതിക്കോളൂ, ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്.
അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നറിയണം. അതിനാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ചത്. എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ കയറി വരും. സച്ച് ഫംഗ്ഷൻസ് ആർ കോൾഡ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് അല്ലേ. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫിനകത്ത് ആര് കയറി വന്നു? ജി വന്നു. ദാറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ ജി. അത്തരം ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ നിങ്ങൾ പറയും സൈൻ എക്സ് ക്യൂബ്. സൈൻ എക്സ് അല്ലെ, എക്സ് ഇരിക്കേണ്ട പ്ലേസിൽ ആര് കയറിയിരിക്കുന്നു? എക്സ് ക്യൂബ്. സൈനിനകത്ത് എക്സ് ക്യൂബ് കയറിയിരിക്കുന്നു. റൂട്ട് കോസ് എക്സ്, ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലേ. ഇവിടുത്തെ ബേസിക് ഫംഗ്ഷൻ റൂട്ട് എക്സ്. എക്സ് ഇരിക്കേണ്ട സ്ഥലത്ത് ആര് കയറിയിരിക്കുന്നു? കോസ് എക്സ്. ഇ റൈസ് ടു സൈൻ എക്സ്, അനദർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. എക്സ് ഇരിക്കേണ്ട പ്ലേസിൽ സൈൻ എക്സ് കയറിയിരിക്കുന്നു. ഇ റൈസ് ടു എക്സ്, എക്സിനകത്ത് എന്തിരിക്കുന്നു? ഇരകത്ത് എന്തിരിക്കുന്നു? സൈൻ എക്സ് ഇരിക്കുന്നു. ഇതുപോലെ ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. റൂട്ട് ഓഫ് 2x + 3, അഗൈൻ എക്സ് ഇരിക്കേണ്ട പ്ലേസിൽ 2x + 3, ലോഗ് 1/, അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾസ്. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടെത്താം? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. ലെറ്റ് y = f of u where u is a function of x. എന്താണ്? let y = f of u where u is a function of x. u എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഓഫ് x. എങ്കിൽ dy/dx എങ്ങനെ കണ്ടെത്താം? ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് തക്കുണ്ടോ? എഫ് ഓഫ് യു, എഫിനകത്ത് യു കയറിയിരിക്കുന്നു. സോ വിച്ച് ഈസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അതിന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ഈക്വൽ ടു വെരി സിമ്പിൾ dy/du ഇൻറ്റു du/dx. കഴിഞ്ഞില്ലേ? എന്താണ്? y = f of u ആണെങ്കിൽ വേർ u is a function of x ആണ് എങ്കിൽ dy/dx കാണുന്ന ഫോർമുല dy/du ഇൻറ്റു du/dx. കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പണിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ഫോർമുല. ഇനി വേറൊരു സാധ്യത. ലെറ്റ് y = f of u വേർ u is a function of എന്താണ്? v. വേർ u is a function of v and v is a function of എന്താണ്? x. എന്താണ്? നേരത്തെ സിമ്പിൾ ആയിരുന്നു. ലെറ്റ് y = f of u വേർ u is a function of x. എങ്കിൽ ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ, പരിപാടി കഴിഞ്ഞു. ഡെറിവേറ്റീവ് ആണെന്ന ഫോർമുല അറിയാം. ഇവിടെ ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ, അവന്റെ അകത്ത് വേറൊരുത്തൻ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വന്നാൽ എങ്ങനെ ഡെറിവേറ്റീവ് കാണും? ലെറ്റ് y = f of u വേർ u എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് v, വേർ v എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് x, അനദർ ഫംഗ്ഷൻ ഓഫ് x. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്താണ്? വളരെ സിമ്പിൾ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. വി ഹാവ് ടു ഫൈൻഡ് dy/dx ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ഓൾ dy എന്ത് കാണണം? du കാണണം. ഇൻറ്റു ദെൻ du എന്ത് കാണണം? dv കാണണം. ഇൻറ്റു ദെൻ എന്ത് കാണണം? ആ വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എന്ത് കാണണം? എക്സ്. ഇതൊരു ചെയിൻ റൂൾ പോലെ ചെയിൻ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. സോ ദിസ് റൂൾ ഈസ് കോൾഡ് ചെയിൻ റൂൾ അല്ലേ. ഇതൊരു ചെയിൻ പോലെ പോവുകയാണ്, ഒരു പ്രോസസ് ഇങ്ങനെ പോവുകയാണ്, മാനപ്പടക്കം കത്തുന്നത് പോലെ. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്നാണ് ചെയിൻ റൂൾ. അപ്പോൾ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷനെ വേറൊരു ഭാഷയിൽ പറയാറുണ്ട് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ചെയിൻ റൂൾ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഭാഷകളുണ്ട്. ഈ ഭാഷകളിലൊന്നും അർത്ഥമില്ല. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല. പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോർമുലകൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് sin x cube with respect to x. Differentiate sin x cube with respect to x എന്ന് പറഞ്ഞാൽ we have to find d/dx of this function. ഇതല്ലേ കാണേണ്ടത്? ഇത്രയേ ഉള്ളൂ. സൈനിനകത്ത് ആര് കയറിയിരിക്കുന്നു? വേറൊരു ഫംഗ്ഷൻ. സോ വിച്ച് ഈസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. വി ഹാവ് ടു അപ്ലൈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ. ഇതാ നോക്കിക്കോ, വളരെ സിമ്പിളാണ്. ആ ഫോർമുല നേരത്തെ പഠിപ്പിച്ച ഫോർമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കാണേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ക്യൂബ്. ഈ എക്സ് ക്യൂബ് അല്ലേ, അതിനെ എക്സ് എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയായിപ്പോൾ? സൈൻ എക്സ് എന്താണ്? ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന സാധനം അല്ലെ, അകത്തിരിക്കുന്ന സാധനത്തിന് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ എക്സ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് സൈൻ എക്സ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സ് എന്ന് വിചാരിച്ചത് ആരാണ്? എക്സ് ക്യൂബ്. ഇൻറ്റു d/dx ഓഫ് നമ്മൾ എന്താണോ എക്സ് എന്ന് വിചാരിച്ചത് അവൻ എഴുതണം. ഇത് ആക്ച്വലി ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ തന്നെയാണ്. dy/du ഇൻറ്റു du/dx ആ സാധനം തന്നെയാണ്, വേറെ വിഷയമൊന്നുമില്ല. യു എന്താ പറയുക, എക്സ് ക്യൂബ് എന്നൊക്കെ കൊടുക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൺഫ്യൂഷൻ ആക്കണ്ട. സോ സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്, എക്സ് എന്ന് വിചാരിച്ച സാധനം കൊടുക്കുക, ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താണ്?
3x². വേണമെങ്കിൽ ഓർഡർ ആക്കി എഴുതിക്കോ. 3x² ഇൻറ്റു കോസ് ബ്രാക്കറ്റിനകത്ത് x³ വിച്ച് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് x³. ശരിയല്ലേ? ഇതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് കോസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് റൂട്ട് കോസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്ത് വരും? അഗൈൻ വി ഹാവ് ടു ഫൈൻഡ് d/dx ഓഫ് റൂട്ട് കോസ് എക്സ് ഈക്വൽ ടു എന്താണ്? റൂട്ട് അകത്തിരിക്കുന്നത് എക്സ് എന്ന് വിചാരിക്കുക. റൂട്ട് എക്സ് അതാണ് ബേസിക് ഫംഗ്ഷൻ. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 ഇൻറ്റു റൂട്ട് എക്സ്. ഫോർമുല അറിയണം കേട്ടോ. റൂട്ട് അകത്തിരിക്കുന്ന എക്സ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. എക്സ് എന്ന് വിചാരിച്ചത് എന്താണ്? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് എഴുതണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതിക്കോ. d/dx ഓഫ് കോസ് എക്സ് ഈക്വൽ ടു, അതിന്റെ ആവശ്യമില്ല, ഒറ്റയടിക്ക് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതി ആൻസർ ആയി. ഓക്കെ, തുടക്കമായതുകൊണ്ട് ഞാൻ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യാം. 1/2 റൂട്ട് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ആ മൈനസ് സൈൻ എക്സ് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റയടിക്ക് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതിയാൽ പോരെ അല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം കേട്ടോ. റൂട്ട് കോസ് എക്സ്, ഇത് എക്സ് എന്ന് വിചാരിക്കുക. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. എന്താണോ എക്സ് എന്ന് വിചാരിച്ചാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു നമ്മൾ എക്സ് എന്ന് വിചാരിച്ചതിന്റെ ഡെറിവേറ്റീവ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് e⁻sin x വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? d/dx ഓഫ് ദിസ് ടേം ഈക്വൽ ടു e⁻x ഇരിക്കേണ്ട സ്ഥലത്ത് സൈൻ എക്സ് കയറിയിരിക്കുന്നു. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യണം. വെരി സിമ്പിൾ. ഇതിനെ എക്സ് എന്ന് വിചാരിക്കുക. e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x എന്ന് വിചാരിച്ചത് അതുപോലെ കൊടുക്കുക. ഇൻറ്റു നമ്മൾ എന്താണോ എക്സ് എന്ന് വിചാരിച്ചത് അതിന്റെ ഡെറിവേറ്റീവ്, വട്ടത്തിൽ കിടക്കുന്നവന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. ഇൻറ്റു d/dx സൈൻ എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 1 വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയാൽ പോരെ, കഴിഞ്ഞു. നെക്സ്റ്റ്, d/dx ഓഫ് സൈൻ x² + 5 ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞോ. സൈൻ ഇത് എക്സ് എന്ന് വിചാരിക്കുക അല്ലെ, ഈ വട്ടത്തിൽ കിടക്കുന്നത് എക്സ് എന്ന് വിചാരിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? വട്ടത്തിനകത്ത് കിടക്കുന്നത് x² + 5 ഇൻറ്റു വട്ടത്തിൽ കിടക്കുന്നവന്റെ ഡെറിവേറ്റീവ് x² + 5ന്റെ ഡെറിവേറ്റീവ് എന്താണ് അറിയണം. 5 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0 പ്ലസ് x²ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x, അല്ലെങ്കിൽ x²ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 5 0. 2x + 0 എന്താണ്? 2x വിച്ച് ഈസ് ദ ആൻസർ. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്തൂടെ? വേറൊന്ന്, d/dx ഓഫ് റൂട്ട് 2x + 3 പറഞ്ഞോ. d/dx ഓഫ് റൂട്ട് 2x + 3. റൂട്ട് ഈ സാധനം എന്ത് വിചാരിക്കുക? എക്സ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 ഇൻറ്റു റൂട്ട് എക്സ്. എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്താണ്? 2x + 3 ഇൻറ്റു വേണമെങ്കിൽ എഴുതിക്കോ d/dx ഓഫ് വട്ടത്തിനകത്തുള്ളത് ദാറ്റ് ഈസ് 2x + 3. ഒറ്റയടിക്ക് എഴുതാന്നുള്ളേ ഉള്ളൂ കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് 2x + 3. ഇവന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0. 2xന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. 2 ഇൻറ്റു 1 2 എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/√of 2x + 3 വിച്ച് ഈസ് ദ ഫൈനൽ ആൻസർ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് d/dx ഓഫ് കോസ് റൂട്ട് എക്സ്. വീണ്ടും കോസിനകത്ത് റൂട്ട് എക്സ് നിങ്ങൾക്കറിയാം. ഡെറിവേറ്റീവ് ഇത് എക്സ് എന്ന് വിചാരിച്ചാൽ എന്ത് കിട്ടും? കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എക്സ് ഇരിക്കുന്ന പ്ലേസിൽ റൂട്ട് എക്സ് ഇൻറ്റു നമ്മൾ എന്താണോ എക്സ് എന്ന് വിചാരിച്ച അതിന്റെ ഡെറിവേറ്റീവ്, വട്ടത്തിലിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. കഴിഞ്ഞില്ലേ? വളരെ സിമ്പിൾ ആണ്, കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല, അവിടെ വെച്ച് നിർത്തുക. ഓക്കെ, നെക്സ്റ്റ്, d/dx ഓഫ് tan 2x + 3. d/dx ഓഫ് tan x. എക്സ് ഇരിക്കുന്ന സ്ഥലത്ത് എന്താണ്? 2x + 3. ഇത് എക്സ് എന്ന് വിചാരിക്കുക. tan xന്റെ ഡെറിവേറ്റീവ് sec²x. എക്സ് എന്ന് വിചാരിച്ചത് 2x + 3 എഴുതി. ഇൻറ്റു വട്ടത്തിലിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ്, എൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 0, 2xൻ്റെത് 2 ഇൻറ്റു 2. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ്, d/dx ഓഫ് കോസ് സൈൻ എക്സ്. ഇത് എക്സ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് കിട്ടി? d/dx ഓഫ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എക്സ് ഇരിക്കുന്ന പ്ലേസിൽ ഇവനെ കൊടുക്കുക, സൈൻ എക്സ്. ഇവിടെ കിട്ടിയായിരുന്നോ? കോസ് ഇത് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എക്സിന്റെ പ്ലേസിൽ സൈൻ എക്സ് ഇൻറ്റു, മറന്നു പോകരുത്, വട്ടത്തിനകത്തിരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വിച്ച് ഈസ് ദ ആൻസർ.
One more question. Find d by dx of e raised to x cube. എന്ത് വരും? ഇത് x എന്ന് വിചാരിക്കുക. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x. x എന്ന് വിചാരിച്ച എന്താണ്? x ക്യൂബ് ഇൻറ്റു വട്ടത്തിനകത്തിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ഈ പറഞ്ഞ കേസുകളിലെല്ലാം ഈ വട്ടത്തിനകത്തിരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് എടുക്കുന്നത്? u എന്ന് പറയുന്ന സംഗതി, തിയറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് log x with respect to x where x greater than 1. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണണം with respect to x. That means we have to find d by dx of this function. log x, ലോഗിനകത്ത് വേറൊരു ഫംഗ്ഷൻ അല്ലേ. സോ എന്താണ്? കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന ആശയം മനസ്സിൽ വന്നു. നിങ്ങൾക്കറിയാം, പറഞ്ഞോളൂ. ലോഗ് ഇത് എക്സ് എന്ന് വിചാരിക്കുക. ഏതാണ് ഈ അകത്തിരിക്കുന്ന ലോഗ് എക്സ് എക്സ് എന്ന് വിചാരിക്കുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. എക്സിന്റെ പ്ലേസിൽ എന്താണ് വട്ടത്തിനകത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു നമ്മൾ എന്താണോ എക്സ് എന്ന് വിചാരിച്ച അതിന്റെ ഡെറിവേറ്റീവ്. എക്സ് എന്ന് വിചാരിച്ച ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x, വിച്ച് ഈസ് ദ ആൻസർ. വെരി സിമ്പിൾ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ലോഗ് എക്സ് വേർ എക്സ് ഗ്രേറ്റർ ദാൻ 0. We have to find derivative of this function. That means we have to find d by dx of sin log x. സൈനിനകത്ത് ആര് കയറിയിരിക്കുന്നു? വേറൊരു ഫംഗ്ഷൻ. സോ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം. സൈൻ ഇത് എക്സ് എന്ന് വിചാരിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സ് എന്ന് അസ്യൂം ചെയ്തത് എന്താണ്? ലോഗ് എക്സ് ഇൻറ്റു എന്താണോ എക്സ് എന്ന് അസ്യൂം ചെയ്തത് അതിന്റെ ഡെറിവേറ്റീവ്. എക്സ് എന്ന് അസ്യൂം ചെയ്തത് വട്ടത്തിനകത്തിരിക്കുന്ന ലോഗ് എക്സ്, അവന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. വളരെ സിമ്പിൾ അല്ലേ? വൺ മോർ ക്വസ്റ്റ്യൻ. d by dx of find d by dx of cos log x plus e raised to x. We have to find derivative of this function. is equal to എന്ത് വരും? cos ഇത് മൊത്തം എന്താണെന്ന് അസ്യൂം ചെയ്യുക? x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. എക്സിന്റെ പ്ലേസിൽ വട്ടത്തിനകത്തിരിക്കുന്നത് log x plus e raised to x ഇൻറ്റു നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ്. എക്സ് എന്ന് അസ്യൂം ചെയ്തത് ഈ വട്ടത്തിനകത്തിരിക്കുന്ന സാധനം, അതിന്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് നെക്സ്റ്റ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ ആണ്. കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എക്സ് എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ് എക്സ് സ്ക്വയർ. സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എങ്ങനെ വേണോ ചോദിക്കാം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് d by dx ഓഫ് സൈൻ കോസ് എക്സ് സ്ക്വയർ. ഇവിടുത്തെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ്. ഇത്രയുമാണ് നമ്മൾ എന്ത് വിചാരിക്കേണ്ടത്? എക്സ് എന്ന് വിചാരിക്കേണ്ടത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞോ സൈൻ ഈ സംഗതി ബ്രാക്കറ്റിനകത്തിരിക്കുന്ന എന്താണ്? എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. സൈൻ ഇത് എക്സ് എന്ന് വിചാരിച്ചു, അപ്പൊ സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സ് എന്ന് വിചാരിച്ച എന്താണ്? കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഞാൻ സ്റ്റെപ്പ് എഴുതി പോകാം. d by dx ഓഫ് നമ്മൾ എക്സ് എന്ന് വിചാരിച്ചത്, അതായത് ബ്രാക്കറ്റിനകത്തിരിക്കുന്ന സാധനം ദാറ്റ് ഈസ് കോസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ആദ്യത്തത് അതുപോലെ കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അത് സിമ്പിൾ അല്ലേ? കോസ് എന്താണ്? ഇത് എക്സ് എന്ന് വിചാരിക്കുക. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എക്സ് എന്ന് വിചാരിച്ചത് എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് വിചാരിച്ചതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വട്ടത്തിനകത്തിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x വിച്ച് ഈസ് ദ ആൻസർ. ഇവിടെ എന്തായിരുന്നു ഫംഗ്ഷന്റെ പ്രത്യേകത? ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ, അവന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. നമ്മൾ അവസാനം പഠിപ്പിച്ച ഫോർമുല ഒന്നും പഠിക്കേണ്ട, ഒറ്റയടിക്ക് ചെയ്യാൻ സാധിക്കും. ആ ആശയമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, അതറിയാം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് sec tan root x with respect to x. That means we have to find d by dx of sec tan root x. പറഞ്ഞോളൂ, which is equal to original function sec x. ഇത് മൊത്തം x എന്ന് വിചാരിച്ചു. sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec x tan x. എന്താണ്? sec x. x ന്റെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുക, tan root x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. tan വീണ്ടും x ന്റെ സ്ഥാനത്ത് ഇവൻ തന്നെയാണ്, tan root x. പിടികിട്ടിയായിരുന്നോ? എന്താണ്? ആദ്യം sec ഇത് x എന്ന് വിചാരിച്ചു. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x ഇൻറ്റു d by dx ഓഫ് x എന്ന് വിചാരിച്ചത് ദാറ്റ് ഈസ് tan root x. ശരിയല്ലേ? വട്ടത്തിനകത്തിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു, കുറച്ച് ലെങ്തി ആണെന്നുള്ള എഴുത്ത്, വേറെ വിഷയമൊന്നുമില്ല, എളുപ്പമാണ്. sec tan root x ഇൻറ്റു tan വീണ്ടും അതുപോലെ tan ഓഫ് root x
ഇൻറ്റു ഇവൻ്റെ ഡെറിവേറ്റീവ് ടാൻ റൂട്ട് എക്സിനെ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ടാൻ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, എക്സിന്റെ പ്ലേസിൽ എന്താണ് റൂട്ട് എക്സ്, തീർന്നില്ല, ഇൻറ്റു അവസാന വട്ടത്തിനകത്തിരിക്കുന്ന റൂട്ട് എക്സ് അവന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്, അവസാനം ഇരുന്ന റൂട്ട് എക്സ് അവന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്. എഴുത്ത് കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, ആശയം വളരെ സിമ്പിൾ ആണ്. എന്താണ് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. സീക്ക് എക്സ്, ഇത് എക്സ് എന്ന് വിചാരിച്ചു, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, എക്സിന്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുത്തു, ഇൻറ്റു എന്താണോ എക്സ് എന്ന് വിചാരിച്ച അതിന്റെ ഡെറിവേറ്റീവ് അത് ഒറ്റയടിക്ക് എഴുതാം. ഇതല്ലേ എക്സ് എന്ന് വിചാരിച്ചത്, അതിന്റെ ഡെറിവേറ്റീവ് ടാൻ എക്സ്, വീണ്ടും ഇത് എക്സ് എന്ന് വിചാരിക്കണം, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, അവസാനം എക്സ് എന്ന് അസ്യൂം ചെയ്തത് റൂട്ട് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് അവസാനം മൾട്ടിപ്ലൈ ചെയ്യുക ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് ഇ റൈസ് ടു എക്സ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ലോഗ് കോസ് ഇ റൈസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എങ്ങനെ വേണോ ചോദിക്കാം. സോ വി ഹാവ് ടു ഫൈൻഡ് d/dx ഓഫ് ദിസ് ഫംഗ്ഷൻ ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ഇവനെ എന്തെന്ന് വിചാരിക്കുക എക്സ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ലോഗ് ഇത് എക്സ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x, എക്സ് ഇരിക്കുന്ന പ്ലേസിൽ എന്താണ് കോസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു നമ്മൾ എന്താണോ എക്സ് എന്ന് വിചാരിച്ച അതിന്റെ ഡെറിവേറ്റീവ്, ഞാൻ ഒറ്റ സ്റ്റെപ്പ് എഴുതാണ്, ഈ ടേമിന്റെ ഡെറിവേറ്റീവ് കോസ്, വീണ്ടും ഇതിനെ എക്സ് എന്ന് വിചാരിക്കുക കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, എക്സ് എന്ന് വിചാരിച്ചത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഏറ്റവും അവസാന വട്ടത്തിനകത്തിരിക്കുന്ന ഇ റൈസ് ടു എക്സ് ഇൻറ്റു അവന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ്. എത്ര വേണോ സ്റ്റെപ്പൊക്കെ എഴുതി നിങ്ങൾക്ക് ഇത് ലെങ്തി ആക്കാം, വേറെ വിഷയമൊന്നുമില്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ലോഗ് വലിയ എക്സ്, അതായത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഈ വട്ടത്തിനകത്തിരിക്കുന്ന അതുപോലെ എഴുതി ഇൻറ്റു ഈ സംഗതിയുടെ ഡെറിവേറ്റീവ്, അതിനുവേണ്ടി കോസ് ഇത് എക്സ് എന്ന് വിചാരിക്കുക, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, എക്സ് എന്ന് വിചാരിച്ച് ഇ റൈസ് ടു എക്സ് എഴുതി, അവസാനം എക്സ് എന്ന് അസ്യൂം ചെയ്ത് ഇ റൈസ് ടു എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് ഇ റൈസ് ടു എക്സ്. ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ എഴുതാം, ഈക്വൽ ടു ഈ മൈനസ് എഴുതി, ഇത് സൈൻ എക്സ് ബൈ കോസ് എക്സ്, അകത്തിരിക്കുന്ന ഒരേ ഫംഗ്ഷൻ അല്ലേ ഇ റൈസ് ടു എക്സ്, അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എക്സിനെ എങ്ങനെ എഴുതാം, ടാൻ എക്സ് എന്ന് എഴുതാം. സോ ടാൻ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇ റൈസ് ടു എക്സ് വിച്ച് ഈസ് ദ ഫൈനൽ ആൻസർ. പിടിയിട്ടായിരുന്നോ? മൈനസ് എഴുതി, സൈൻ ബൈ കോസ് എന്താണ് ടാൻ, പിന്നെ എന്താണ് ഇ റൈസ് ടു എക്സ് വിച്ച് ഈസ് ദ സിംപ്ലിഫൈഡ് ആൻസർ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം കഴിഞ്ഞ വർഷം പഠിച്ച ചില സ്റ്റാൻഡേർഡ് ഫോർമുലാസ്, ഡെറിവേറ്റീവ് കാണാനുള്ള, അതിനുശേഷം സിമ്പിൾ ഡിഫറൻസിയേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്, ദെൻ സെക്കൻഡ് ഇയറിലെ മെയിൻ പോർഷൻ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ്, അത് നന്നായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കൂ, എഴുതി പഠിക്കൂ, തീർച്ചയായും എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.